കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രശ്നത്തിന് ഇനിയും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. MK രാഘവൻ MP നാളെ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ ന്യായവില മരുന്ന് കടകളിലേക്കുള്ള മരുന്ന് വിതരണം ഈ മാസം 10-നാണ് വിതരണക്കാർ അവസാനിപ്പിച്ചത്. ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം ആരംഭിക്കില്ലെന്ന് വിതരണക്കാർ നിലപാടെടുത്തു. ഇതോടെ മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം രൂക്ഷമായി. വിഷയത്തിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ്. നാളെ MK രാഘവൻ MP ഏകദിന ഉപവാസം നടത്തും. പാവപ്പെട്ട രോഗികൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിലേറെയായി നരകിക്കുന്ന. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഇതിന് ശാശ്വതമായി പരിഹാരം കാണാൻ 2 മന്ത്രിമാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് ആ മന്ത്രിമാർ കോഴിക്കോട്ട് ജനങ്ങളോട് കയ്യും കെട്ടി ഉത്തരം പറയണം. മരുന്ന് വിതരണക്കാരും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. ഒരു ഉറപ്പും തന്നിട്ടില്ല ഞങ്ങൾക്ക്. അത് അങ്ങനെ നിൽക്കുന്നു, അതുപോലെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സമരം അല്ല നമ്മൾ നടത്തുന്നത്, ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നത്. അത് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഈ 80ഓളം കച്ചവടക്കാർ. അതുകൊണ്ട് മാത്രമാണ് സപ്ലൈ നിർത്തേണ്ടതെന്ന്. രോഗികൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. ഇത് ഗവൺമെൻറ്റാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ 150ഓളം അവശ്യമരുന്നുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാർ പറഞ്ഞു. അവശ്യമരുന്നുകൾ ഒരു 150 മരുന്നുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മിനിസ്റ്റർ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് കൂടി അത് കാരുണ്യ വഴി KMCL കാരുണ്യ വഴി ലഭ്യമാക്കാനുള്ള ഒരു നടപടി മാഡത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. 9 മാസത്തെ കുടിശ്ശികയായി 90 കോടി രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. 24 കോഴിക്കോട്.